ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഏവർക്ക് സ്നേഹവന്ദനം. ബോധന ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈബിൾ സ്റ്റഡിയുടെ 3-ാം ഭാഗമാണ് ഇന്ന് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ബോധനയുടെ ആഭിമുഖ്യത്തിൽ ഇതിനോടകം 2 ബൈബിൾ സ്റ്റഡി ഡിസംബർ മാസത്തിൽ നടത്തുവാൻ നമുക്ക് സാധിച്ചു. ഇന്ന് 3-ാമത്തെ ബൈബിൾ സ്റ്റഡിയാണ്. ബൈബിൾ സ്റ്റഡി തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങ. ഇപ്പോൾ ജോൺ മാത്യു അച്ഛൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായുള്ള ഞങ്ങളുടെ ദൈവമേ, അവിടുത്തെ കാര്യവിചാരണയിലുള്ളവരാണല്ലോ അടിയങ്ങൾ. അങ്ങയുടെ ഹിതം തിരിച്ചറിയുക, അങ്ങയുടെ വചനത്തിന്റെ ആഴങ്ങൾ അറിയുക. ദൈവമേ കർത്താവേ, അത് എപ്പോഴും ഞങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമാണ്. അങ്ങയുടെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമാണ്. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ദീപമായി ഞങ്ങളെ വഴി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ബോധനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സുനിലക്ഷൻ നൽകുന്ന ഈ നേതൃത്വത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വചനം ആഴത്തിൽ പഠിക്കുവാൻ തക്കണം കർത്താവെ ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരമായിട്ട് ഞങ്ങൾ ഇതിനെ കാണും. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. പങ്കെടുത്തവർക്കൊക്കെ അത് പ്രയോജനമായിരുന്നല്ലോ. കർത്താവെ, സംഘത്തിൽ ഞങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, അത് ഇടപെടാതെ എന്റെ ധ്യാനമാകുന്നു എന്ന് സംഘത്തിനക്കാരൻ പറയുന്നു. ആ കാരണത്താൽ തന്നെ ഞാൻ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാകുന്നുവെന്നും, ഞാൻ സകല ഗുരുക്കന്മാരിലും ബുദ്ധിമാനാകുന്നുവെന്നും, സകല വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നുവെന്നും, കർത്താവെ അതുപോലെ തന്നെ പാപത്തെ ഒഴിഞ്ഞിരിക്കാൻ എനിക്ക് സഹായിക്കുന്നുവെന്നും ഞങ്ങൾ വായിക്കുകയാണ്. യേശു കർത്താവെ, ഞങ്ങൾ ഈ വചന പഠനത്തിനായിട്ട് ദൈവത്തിന്റെ അടുത്ത് വരുമ്പോൾ ഇന്നത്തെ പഠനത്തിന് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ അച്ഛനു വേണ്ടി പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. ലിജോ അച്ഛനെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വിഷയം അവതരിപ്പിക്കാൻ്റെ ഗുണം കർത്താവെ നിന്റെ മകന് കൃപ കൊടുക്കണമേ. യേശു കർത്താവെ, പൗരോഹിത്യത്തിന്റെ പാതുകങ്ങൾ, സാൻഡൽസ് ഓഫ് പ്രീസ്റ്റ്ഹുഡ് എന്ന പ്രത്യേകമായ വിഷയം ഞങ്ങൾ പഠിക്കുമ്പോൾ അതിലൂടെ ദൈവത്തിൻ്റെതായുള്ള മനസ്സ് അറിയുവാൻ, കർത്താവെ ദൈവഹിതം ഞങ്ങളുടെ ജീവിതത്തിലൂടെ നിറവേറ്റപ്പെടുവാൻ കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ ഗ്രൂപ്പിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതിൽ പങ്കെടുക്കുവാൻ്റെ കോണം കർത്താവെ പലര് കടന്നു വന്നിരിക്കുന്നു. അവരെല്ലാവരും ദൈവം അടുത്ത് അറിയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയനോട് സംസാരിക്കണം എന്നുള്ള ബോധ്യത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ കർത്താവെ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും കർത്താവ് നിയന്ത്രിച്ചുകൊള്ളണം. സൂമിന്റെ യാതൊരു തരത്തിലുള്ള തകരാറോ പ്രയാസങ്ങളോ ഒന്നും നേരിടരുത്. ഒരു ഇന്ററപ്ഷൻ ഉണ്ടാകരുത്. കർത്താവിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ ഈ കാര്യങ്ങളെ അവിടുന്ന് കൃത്യതയോടെ നടത്തുവാൻ്റെ ഗുണം സഹായിക്കണമേ. ക്രിസ്തുയേശു മൂലം അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. നമ്മള് കഴിഞ്ഞ മാസം ഡിസംബർ മാസത്തില് 2 ബൈബിൾ സ്റ്റഡി നടത്തി. അത് വെള്ളിയാഴ്ചകളിലാണ് ക്രമീകരിച്ചത്. എന്നാൽ വെള്ളിയാഴ്ചകളിലുള്ള മറ്റ് മീറ്റിങ്ങുകൾ നടക്കുന്നതിനാൽ നമ്മൾ ചൊവ്വാഴ്ച നടത്തുന്നത് കുറച്ചും കൂടെ പ്രയോജനകരമാണ് എന്ന് ഇതിൽ പങ്കെടുക്കുന്ന പലരും അറിയിച്ചതിന്റെ വെളിച്ചത്തിൽ ചൊവ്വാഴ്ച വൈകുന്നേരത്ത് 2025 മുതലുള്ള നമ്മുടെ ബോധനയുടെ ബൈബിൾ സ്റ്റഡികൾ ക്രമീകരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ ഇന്ന് ഇത് ക്രമീകരിച്ചിരിക്കുമ്പോൾ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ ഇതിൽ സംബന്ധിക്കുന്നു. അവരുടെ സപ്പോർട്ട്, പ്രാർത്ഥന, അവരുടെ സഹകരണം, നേതൃത്വം തീർച്ചയായും നമ്മുടെ ഈ ബോധനയുടെ മീറ്റിംഗ് അത് വളരെ അനുഗ്രഹകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കും എന്ന ശുഭപ്രതീക്ഷയിലാണ് ഈ ബോധനയുടെ മീറ്റിങ്ങുകൾ ക്രമീകരിക്കുന്നത്. അതിന് അച്ഛന്മാരിൽ നിന്ന് ലഭിക്കുന്ന, സീനിയർ മെമ്പേഴ്സിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ നല്ല സഹകരണത്തിനും സ്നേഹത്തിനും പ്രത്യേക സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ വലിയ ഔപചാരികകൾ കൂടാതെ നമ്മുടെ ഈ മീറ്റിംഗ് നടത്തണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഇതിന്റെ മുഖ്യ അതിഥിയെ സ്വാഗതം ചെയ്യുവാനായിട്ട് ഞാൻ ഈ സമയം ചെലവഴിക്കുകയാണ്. നമുക്കിന്ന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട ലിജോ സി ജോസഫ് അച്ഛനാണ്. അച്ഛൻ തിരുവല്ല മുക്കാഞ്ഞിരം സെന്റ് സ്റ്റീഫൻസ് മാർത്തോമ ഇടവകയിലെ അംഗമാണ്. 2017 പട്ടശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ അച്ഛൻ കൊല്ലം സെന്ററിൽ, മാർത്തോമ സഭയുടെ കൊല്ലം സെന്ററിൽ ചാത്തന്നൂർ ക്രിസ്തോസ് മാർത്തോമ ഇടവകയുടെ അസിസ്റ്റന്റ് വികാരിയായി സേവനമനുഷ്ഠിക്കുകയാണ്. അച്ഛൻ ഒരു നല്ല പ്രഭാഷകനാണ്, ചിന്തകനാണ്. നമുക്കറിയാം, നമ്മുടെ ലൈറ്റ് ടു ലൈറ്റ്, ദർശനവേദി തുടങ്ങിയ ഗ്രൂപ്പുകളിലൊക്കെ വളരെ അനുഗ്രഹീതമായ നേതൃത്വം അച്ഛൻ തന്റെ പ്രഭാഷണ ഇതിനുള്ള മികവ്
അച്ഛൻ അതിലൂടെ പ്രകടമാക്കുകയും ഒരു വിഷയം ഏറ്റെടുത്താൽ അത് നന്നായി അത് അവതരിപ്പിക്കുവാനുള്ള അച്ഛൻ്റെ പ്രാഗൽഭ്യം നമുക്ക് കാണുവാനായിട്ടും കേൾക്കുവാനായിട്ടൊക്കെ സാധിച്ചിട്ടുള്ളതാണ്. അച്ഛനോട് ഇന്നത്തെ ഈ ബൈബിൾ സ്റ്റഡിയുടെ കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷം അച്ഛൻ സ്വീകരിച്ചു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന പ്രിയപ്പെട്ട ലിജോസി ജോസഫ് അച്ഛനെ ഈ ബോധനയുടെ ഈ സെഷനിലേക്ക് വളരെ ഹാർദമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ, സീനിയർ അച്ഛന്മാർ ധാരാളം പേര് ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് ഈ ബോധനയുടെ ഈ സെഷനെ വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് സമയം വേർതിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ഈ സ്വാഗത വാക്കുകൾ ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ സമയം നമുക്ക് തക്കത്തിൽ വിനിയോഗിക്കണമല്ലോ. പ്രിയപ്പെട്ട ലിജോസി ജോസഫ് അച്ഛനെ ഇന്നത്തെ ബൈബിൾ സ്റ്റഡി അതിന് നേർ നൽകുന്നതിന് വേണ്ടി അച്ഛനെ സാദരം ക്ഷണിക്കുന്നു. താങ്ക് യു അച്ഛൻ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയമുള്ള ഗ്രൂപ്പ് അംഗങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ മനോഹരമായ സന്ധ്യയിൽ ഒരുമിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ദൈവം നൽകുന്ന വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട സുനിൽ ഡി അച്ഛന്റെ വളരെ സ്നേഹപൂർവമുള്ള നിർദ്ദേശാനുസരണമാണ് എന്ന ഒരു സംഭാഷണം നമ്മൾക്ക് ഒരുമിച്ച് ഇന്ന് പങ്കുവയ്ക്കുവാൻ ഇടയാക്കുന്നത്. സുനിൽ ഡി അച്ഛന്റെ നല്ല നേതൃത്വത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അച്ഛന്റെ പേരിന്റെ അറ്റത്തൊരു ഡി ഉണ്ട്. അച്ഛന്റെ ഒരു പ്രത്യേകതയും ഈ ഡി എന്ന വാക്കിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അച്ഛന്റെ വാക്കുകൾക്ക് ഒരു ഡബിളിനെ ഡിവൈൻ ആക്കാൻ പറ്റും എന്നുള്ളത് ഈ ശുശ്രൂഷയിൽ കഴിഞ്ഞ 2 വർഷക്കാലം അടുത്തും ദൂരെ നിന്ന് കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അച്ഛന്റെ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ സന്ധ്യയിൽ നമ്മൾക്ക് ഒരുമിച്ച് അല്പസമയം ചെലവിടുവാൻ ദൈവം ഭാഗ്യം നൽകിയുള്ളൂ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അച്ഛന്മാരുടെ സാന്നിധ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട സീനിയർ അച്ഛന്മാരുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഇതിന്റെ ഗൗരവവും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഈ ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെ എല്ലാം ഹൃദയപൂർവ്വം അഭിവാദനം ചെയ്യുകയാണ്. ഒരു പുതിയ ദർശനത്തിലേക്കും പുതിയ കാഴ്ചപ്പാടിലേക്കും പുതിയ വർഷത്തിലേക്ക് നമ്മൾ പദമൂന്നുമ്പോൾ ഇന്നത്തെ പ്രഭാഷണം നമ്മളെ തെല്ലെങ്കിലും ഒന്ന് ഉണരുവാൻ ഒക്കെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ഈ ഒരു പങ്കുവയ്ക്കലിന് നൽകിയിരിക്കുന്ന തലക്കെട്ട് എന്ന് പറയുന്നത് പൗരോഹിത്യത്തിന്റെ പാദുകങ്ങൾ എന്നുള്ളതാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് 1-2 കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കാം. ഒന്ന്, പൗരോഹിത്യം എന്ന വാക്കുകൊണ്ട് ഞാൻ അഭിസംബോധന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിശ്വാസ സമൂഹത്തെ ആകമാനമാണ്. നാമെല്ലാം ആ ഒരു രാജകീയ പുരോഹിത വർഗത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെയോ ഏതെങ്കിലും പ്രത്യേക ആളുകളെയോ അല്ല പൗരോഹിത്യം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 2, സാൻഡൽസ് ഓഫ് പ്രീസ്റ്റ്ഹുഡ്, പാദുകങ്ങൾ എന്നുള്ളത് കൊണ്ട് പാദുകങ്ങൾക്ക് എന്തെങ്കിലും ദിവ്യത്വമോ പരിശുദ്ധിയോ കൽപ്പിച്ചു നൽകുവാനുള്ള ഒരു ശ്രമമല്ല ഈ സംഭാഷണത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ സക്കറിയ പുരോഹിതന്റെ ജീവിതത്തെയും വിശ്വാസത്തെയും കുടുംബത്തെയും അധീകരിച്ച് ചില വർത്തമാനങ്ങൾ പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. സക്കറിയ പുരോഹിതനെ കുറിച്ച് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് പൗരോഹിത്യത്തിന്റെ പാദുകങ്ങൾ എന്ന തലക്കെട്ട് ഇതിന് കൂടുതൽ നന്നായിരിക്കും എന്നൊരു ചിന്തയിൽ നിന്നാണ് അങ്ങനെ ഒരു തലക്കെട്ട് നൽകിയത്. സക്കറിയ പുരോഹിതന്റെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാനും കണ്ടെത്തുവാനും
ആ ജീവിതത്തിൽ നിന്ന് ചില നന്മകൾ ഉൾക്കൊള്ളുവാനുമാണ് ഈ പഠനത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് അത് ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ ചില ചുവടുകളെ പഠിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിശ്വാസ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചുവടുകൾ, അദ്ദേഹത്തിന്റെ കാൽപാദങ്ങൾ, അത് അവശേഷിപ്പിക്കുന്ന അടയാളങ്ങൾ, അതിന്റെ ഇംപ്രഷൻസ് ഒന്ന് പഠിക്കുവാനാണ് അല്പസമയം ശ്രമിക്കുന്നത്. ഊറിക്കൂടിയ ഉള്ളടക്കമാണ് സക്കറിയാവ് എന്ന ഒറ്റവാക്യത്തിൽ നമ്മൾക്ക് സക്കറിയാ പുരോഹിതന്റെ ജീവിതത്തെ കുറിച്ച് പറയുവാൻ സാധിക്കും. ഊറിക്കൂടിയ ഉള്ളടക്കമാണ്, സെഡിമെന്റഡ് കണ്ടന്റ്. എന്തൊക്കെയാണ് ആ ഉള്ളടക്കം എന്ന് പരിശോധിക്കുവാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ചുവടുകളെ ഒന്ന് പരിശോധിച്ച് കണ്ടെത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അദ്ദേഹത്തിന്റെ വിശ്വാസ ജീവിതത്തെ മുൻനിർത്തി, അദ്ദേഹത്തിന്റെ ചുവടുകളെ മുൻനിർത്തി, അദ്ദേഹത്തിന്റെ പാതകങ്ങളെ മുൻനിർത്തി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾക്കറിയാം, സക്കറിയാ പുരോഹിതന്റെയും എലിസബത്തിന്റെയും ജീവിതത്തെ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾക്ക് കാണുവാനും കണ്ടെത്തുവാനും സാധിക്കും. 6-ാമത്തെ വാക്യത്തിൽ ഇരുവരെയും കുറിച്ച് പറയുന്നത്, അവർ ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു എന്നുള്ളതാണ്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു എന്നുള്ളതാണ്. സക്കറിയാ പുരോഹിതന്റെ വിശ്വാസ ജീവിതത്തിന്റെയും കുടുംബജീവിതത്തിന്റെയും പൗരോഹിത്യ ജീവിതത്തിന്റെയും ഒരു വലിയ പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു പുതിയ പാത സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ചില പുതിയ മാതൃകകളും വിശ്വാസത്തിന്റെ പുതിയ നവീനമായ ചില ഉദാഹരണങ്ങളും ഈ ജീവിതത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നു. എനിക്ക് തോന്നുന്നത്, നടന്നതൊക്കെയും വഴിയാക്കി തീർത്ത പാതകങ്ങളായിരുന്നു സക്കറിയാ പുരോഹിതന്റെ ജീവിതം എന്നുള്ളതാണ്. നടന്നതൊക്കെയും വഴിയാക്കി തീർത്ത പാതകങ്ങൾ. നമുക്കറിയാം, പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നത് അത് വല്ലാത്ത ഒരു കാലമായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ അരുളപ്പാടുകളോ ദൈവിക ദർശനങ്ങളോ ദൈവിക ശബ്ദങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരു നിഗൂഢ കാലഘട്ടം. സാമ്രാജ്യത്വ ശക്തികൾ അതിശക്തമായി വാണിടുന്ന അല്ലെങ്കിൽ വാണ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് സക്കറിയാ പുരോഹിതനും എലിസബത്തും ജീവിച്ചിരുന്നത് എന്ന് ഈ വേദഭാഗം നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് മുൻ മാതൃകകളോ മുൻ ജീവിത ഉദാഹരണങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പുതിയ വഴി സൃഷ്ടിച്ച പുരോഹിതനായിരുന്നു സക്കറിയാവ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പാതകളെ സൃഷ്ടിച്ച പാതുകങ്ങൾ ആയിരുന്നു സക്കറിയാവിൻ്റെ. അവർ നടന്നതിന് പിന്നാലെ ഒരു വഴി രൂപപ്പെടുകയാണ്. അവർ നടന്നതിന് പിന്നാലെ ഒരു വഴി രൂപപ്പെട്ടു. The journeys without a path and the path born behind his journey. The journeys without a path and the path born behind his journey. അവർ നടന്നതിന് പിന്നാലെ ഒരു പാത, ഒരു വഴി രൂപപ്പെട്ടു. അതുകൊണ്ട് പാതകളെ സൃഷ്ടിച്ച പാതുകങ്ങളായിരുന്നു സക്കറിയാ പുരോഹിതന്റെ പാതുകങ്ങൾ എന്ന നിസ്സംശയം നമ്മൾക്ക് പറയുവാൻ സാധിക്കും.
പാതുകങ്ങൾ സമൂഹത്തിന് അനുസരിച്ച് സൃഷ്ടിച്ച് അത് അണിഞ്ഞ് യാത്ര ചെയ്യുന്നവരാണ് അധികം. പാതുകങ്ങളുടെ അളവും രൂപവും ഒക്കെ ജീവിച്ചിരിക്കുന്ന സമൂഹം, ജീവിച്ചിരുന്ന കാലഘട്ടം ഒക്കെ സ്വാധീനിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു കാലഘട്ടത്തിലും അത്തരമൊരു സാധ്യത ഉണ്ടായിരുന്ന സാഹചര്യത്തിലുമാണ് പുതിയ പാതകൾ സൃഷ്ടിച്ച പാതുകങ്ങൾ അണിയുവാൻ സക്കറിയാവിന് സാധിച്ചത്. നമ്മൾക്കറിയാം, കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവീൻ എന്ന് യോഹന്നാൻ സ്നാപകൻ പിന്നീട് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു സക്കറിയ പുരോഹിതൻ സൃഷ്ടിച്ച പാതകളെ മുൻനിർത്തിയായിരിക്കണം എന്ന് വിശ്വസിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് സക്കറിയ പുരോഹിതന്റെ ഒന്നാമത്തെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ പൗരോഹിത്യത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത പാതകളെ സൃഷ്ടിച്ച പാതുകങ്ങൾ എന്നുള്ളത് തന്നെയാണ്. വ്യത്യസ്തമാർന്ന പാതുകങ്ങളുണ്ട്. എൻ്റെ ഇഷ്ടത്തിനും അഭിരുചിക്കും എൻ്റെ തീരുമാനത്തിനും അനുസരിച്ച് നാം നിർമ്മിക്കുകയും അണിയുകയും ചെയ്യുന്ന പാതുകങ്ങളുണ്ട്. അത്തരത്തിലുള്ള വിശ്വാസ ജീവിതത്തിന്റെ ഉടമകളായി പലപ്പോഴും ഈ കാലഘട്ടത്തിൽ നമ്മൾ മാറാറുണ്ട്. എൻ്റെ ഇഷ്ടത്തിനും ഇച്ഛയ്ക്കും ആഗ്രഹത്തിനും അനുസരിച്ചുള്ള ഒരു ജീവിതം. അങ്ങനെ ജീവിക്കുന്നവർ അണിയുന്നത് ഓൺ സൈസ് ആയിട്ടുള്ള പാതുകങ്ങളാണ്, സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഓൺ സൈസ്ഡ് പാതുകങ്ങൾ. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ അത്തരം പാതുകങ്ങൾ അണിഞ്ഞ ഒരുപാട് വിശ്വാസവീരന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നു. ഏലി പുരോഹിതന്റെ മക്കളൊക്കെ ഓൺ സൈസ്ഡ് ആയിട്ടുള്ള പാതുകങ്ങൾ സൃഷ്ടിച്ച പുരോഹിതന്മാരാണ്. അങ്ങനെ സൃഷ്ടിച്ച എത്രയോ ജീവിതങ്ങളെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. രണ്ട്, അധികാരത്തിന്റെ ഇച്ഛകളും ഇഷ്ടങ്ങളും അനുസരിച്ച് പാതുകങ്ങൾ അണിയുന്നവരുണ്ട്. അവരുടെ ആജ്ഞകൾ അനുസരിച്ച്, കൽപ്പനകൾ അനുസരിച്ച് പാതുകങ്ങൾ സൃഷ്ടിച്ച് അതിൽ അണിഞ്ഞ് ശുശ്രൂഷ ജീവിതം നിർവഹിക്കുന്ന പുരോഹിതന്മാരും. കിങ് സൈസ് സാൻഡൽസ്, അധികാരത്തിന്റെ, രാജാവിന്റെ കൽപ്പനകളെ ഭയപ്പെട്ടു, അല്ലെങ്കിൽ അധികാരത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി അവരോട് ഇണങ്ങി അവരെ സഹായിക്കുവാനും അവരെ പുണരുവാനും ആലിംഗനം ചെയ്യുവാനുമുള്ള മനസ്സോടെ അവരുടെ ഇഷ്ടാനുസൃതത്തിന് പാതുകങ്ങളെ സൃഷ്ടിക്കുന്ന പുരോഹിതന്മാരുമുണ്ട്. ട്രെൻഡ് സൈസ് പാതുകങ്ങളുണ്ട്. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്ക് അനുസരിച്ച് പാതുകങ്ങൾ അണിയുന്നവരുണ്ട്. ഭൂരിപക്ഷത്തിന്റെ ശക്തിക്കനുസരിച്ച് തങ്ങളുടെ പാതുകങ്ങൾ സൃഷ്ടിക്കുന്നവരുണ്ട്. ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടത്തോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഒഴുക്കിനൊപ്പം നീന്തുന്ന വിശ്വാസവീരന്മാർ, ഒരു ട്രെൻഡിനൊപ്പം ചുവട് വയ്ക്കുന്നവർ, ട്രെൻഡ് സൈസ്ഡ് സാൻഡൽസ്. അഹരോന്റെ ശുശ്രൂഷയൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അന്നത്തെ ഭൂരിപക്ഷത്തിന് ഇഷ്ടമുള്ള ചുവടുകൾ വയ്ക്കുന്ന വിശ്വാസവീരന്മാരായി അവർ മാറുന്നുണ്ട്. എന്നാൽ അവിടെയാണ് സക്കറിയ പുരോഹിതന്റെ പ്രത്യേകതയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു എന്നുള്ളത്. സകല കൽപ്പനകളും, ഒന്നൊഴിയാതെ എല്ലാ കൽപ്പനകളും, സകല കൽപ്പനകളും എന്ന് നാം വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത്തിരി ഓവറല്ലേ. അതുകൊണ്ട് സക്കറിയാവിന്റെ സൈസ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഓവർ സൈസ് സാൻഡൽസ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സമൂഹം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു സൈസ് ആയിരുന്നു. സമൂഹം അംഗീകരിക്കാത്ത ഒരു സൈസ് ആയിരുന്നു അത്. സമൂഹത്തിന് ഉൾക്കൊള്ളുവാൻ പറ്റാത്ത ഒരു സൈസ് ആയിരുന്നു സക്കറിയാവ് അണിഞ്ഞ പാതുകങ്ങൾക്ക് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പൗരോഹിത്യ
ശുശ്രൂഷയിൽ കുറച്ചുകൂടി മുൻപോട്ട് പോകുവാൻ ഈ ഓവർ സൈസ് പാതകങ്ങൾ ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടന്നു എന്നുള്ളതാണ്. സമൂഹത്തിന് ഒരു അളവുണ്ടല്ലോ, ആ അളവിൽ നിന്നും വ്യത്യസ്തമായി ദൈവത്തെ കൂടെ ഉൾപ്പെടുത്തുന്ന ഒരു സഞ്ചാരം, ദൈവത്തെ കൂടി ചേർത്ത് നിർത്തിയ ചില ചുവടുകൾ, ദൈവത്തെ കൂടി ഉൾപ്പെടുത്തിയ ഒരു ചുവടുകൾ, അത് സൃഷ്ടിക്കുവാൻ സഖറിയ പുരോഹിതന് സാധിച്ചു. അതുകൊണ്ട് സഖറിയ പുരോഹിതൻ നമ്മുടെ മുൻപിൽ വെക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, നമ്മൾ ഏത് സൈസിലുള്ള പാതകങ്ങൾ ആണ് അണിയുന്നത്? ഓൺ സൈസ് ആണോ, കിങ് സൈസ് ആണോ, ട്രെൻഡ് സൈസ് ആണോ, ഏത് സൈസ് ആണ്? അതോ ദൈവത്തെ കൂടി ഉൾപ്പെടുത്തിയുള്ള, ദൈവത്തെ കൂടി ചേർത്ത് നിർത്തിയുള്ള ഒരു യാത്രയാണോ? നീഷെ പങ്കുവയ്ക്കുന്ന ഒരു ചിന്താസങ്കല്പമുണ്ട്, ഓവർമാൻ എന്നൊരു സങ്കല്പമുണ്ട്. ഓവർമാൻ എന്നൊരു സങ്കല്പം, മനുഷ്യർ എത്തിച്ചേരേണ്ട ഒരു നവമാനവികതയെക്കുറിച്ച്, ഒരു മാനവിക സങ്കല്പത്തെക്കുറിച്ച് അദ്ദേഹം പങ്കുവയ്ക്കുമ്പോൾ പറയുന്നു, ഒരു ഓവർമാൻ എന്നൊരു സങ്കല്പമാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുവാൻ ശ്രമിക്കുന്നത്. ഒരു അതീത മനുഷ്യൻ. ഇപ്പോഴുള്ള മനുഷ്യ സങ്കല്പത്തിൽ നിന്നും മാനവ സങ്കല്പത്തിൽ നിന്നും വളർന്ന് വിശാലമായ, എല്ലാവരെയും സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു മാനവ സങ്കല്പത്തിലേക്ക് പ്രവേശിക്കുന്നതിന് അദ്ദേഹം നൽകുന്ന ഒരു സംഖ്യയാണ് ഓവർമാൻ. എന്നാൽ സഖറിയ പുരോഹിതൻ പറയുന്നു, ഒരു ഓവർ സൈസ് പാതകങ്ങൾ നമ്മൾക്ക് ആവശ്യമാണ്. ഒന്നൊഴിയാതെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്ന ഒരു സങ്കല്പം നമ്മൾക്ക് ആവശ്യമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് നടന്നതൊക്കെയും വഴിയാക്കി തീർത്ത പാതകങ്ങൾ, പാതകളെ സൃഷ്ടിച്ച പാതകങ്ങൾ, അതായിരുന്നു സഖറിയാവിന്റെ ജീവിതത്തിന്റെ, വിശ്വാസ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നു. രണ്ടാമതായി ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, വഴിതെറ്റി സഞ്ചരിച്ച പാതകങ്ങൾ കൂടി സഖറിയ പുരോഹിതന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വഴിതെറ്റി സഞ്ചരിച്ച പാതകങ്ങൾ. പുരോഹിതന്മാർക്ക് വഴി തെറ്റുവാൻ ഉള്ള സാധ്യതയുണ്ട്. അതും കൂടി സഖറിയ പുരോഹിതൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാതകങ്ങളെല്ലാം വളരെ കൃത്യത ആയിരുന്നത് അല്ലായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നേ ഇല്ല. അദ്ദേഹത്തിന്റെ പാതകങ്ങളുടെ ഒരു പ്രത്യേകത, അതിന് വഴിയും തെറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, ആദ്യകാലത്തെ ക്രിസ്തുവിന്റെ ശില്പങ്ങളിൽ ക്രിസ്തുവിനെ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് ക്ഷൗരം ചെയ്ത രീതിയിലായിരുന്നു. ക്ലീൻ ഷേവ്ഡ് ആയിട്ടുള്ള ക്രിസ്തുവിനെ, വളരെ ക്യൂട്ടായിട്ടുള്ള, വളരെ ഭംഗിയുള്ള, സുന്ദരനായിട്ടുള്ള, തടിയും വിഷയം ഉണ്ടെങ്കിലും ക്രിസ്തു സുന്ദരനാണ്, എന്നാൽ വളരെ ക്ലീൻ ഷേവ്ഡ് ആയിട്ടുള്ള ക്രിസ്തുവിന്റെ രൂപമായിരുന്നു ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് എന്ന് വായിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് ക്രിസ്തുവിനെ വരച്ചവർ ചിന്തിച്ചു, ക്രിസ്തു എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ക്ഷൗരം ചെയ്ത് അല്ലെങ്കിൽ ഷേവ് ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് കലാകാരന്മാർ ചിന്തിച്ചു. അപ്പോൾ അവർ ചിന്തിച്ചു, അങ്ങനെ വ്യക്തിപരമായി തന്റെ പ്രതിച്ഛായയെക്കുറിച്ചോ സൗന്ദര്യത്തെക്കുറിച്ചോ അത്രമേൽ ശ്രദ്ധ പതിപ്പിച്ച ഒരാളാണോ ക്രിസ്തു? അവനവനിൽ തന്നെ വളരെ നിസ്സംഗത പുലർത്തിയ മനുഷ്യനായിരുന്നു ക്രിസ്തു. അപരനിലേക്കായിരുന്നു ക്രിസ്തുവിന്റെ നോട്ടം. എപ്പോൾ അവനവനിലേക്കുള്ള നോട്ടം വളരെ കുറവായിരുന്നു. അവനവനെ ബലി നൽകിയ ഒരാൾക്ക് അങ്ങനെ അവനവനിലേക്ക് തന്നെ നോക്കുവാൻ സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് പിന്നീട് കലാകാരന്മാർ തീരുമാനിച്ചു, ക്രിസ്തു തന്നിലേക്ക് വളരെ ശ്രദ്ധിച്ചു നോക്കിയ മനുഷ്യൻ ആയിരിക്കുവാൻ സാധ്യതയില്ല. പ്രതിച്ഛായയെക്കുറിച്ചോ സൗന്ദര്യത്തെക്കുറിച്ചോ രൂപഭംഗിയെക്കുറിച്ചോ ചിന്തിച്ച ഒരു മനുഷ്യനാകുവാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് പിന്നീട് ക്രിസ്തുവിന്റെ രൂപം വരച്ചപ്പോൾ ചിത്രകാരന്മാർ നീളൻ മുടിയും
താടിയും ഉള്ള ക്രിസ്തുവിനെ വരച്ചത് എന്ന് ഒരു പഠനമുണ്ട്. അതുകൊണ്ട് തന്നിലേക്കുള്ള ശ്രദ്ധ അത്രമേൽ കുറവായിരുന്നു ക്രിസ്തുവിന് എന്ന് കലാകാരന്മാർ പറയാൻ ശ്രമിക്കുകയാണ്. തന്റെ പ്രതിച്ഛായയെക്കുറിച്ച്, തന്റെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ തന്റെ രൂപത്തെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച് അത്രമേൽ ചിന്തിച്ച ഒരു മനുഷ്യനായിരുന്നില്ല ക്രിസ്തു. ഇവിടെ സക്രിയാവിന് വഴി തെറ്റുന്നത് അവിടെയാണ് സക്രിയാവിന് വഴി തെറ്റുന്നത് എന്ന് പറയുന്നത്. 1-ാം അധ്യായം നമ്മൾക്ക് വായിക്കുവാൻ സാധിക്കുന്നു. സക്രിയ പുരോഹിതന്റെ അടുക്കെ ദൂതൻ വന്നിട്ട് നിനക്കൊരു മകൻ ഉണ്ടാകും എന്ന് പറയുന്നു. 18-ാമത്തെ വാക്യത്തിൽ സക്രിയ പുരോഹിതൻ ചോദിക്കുകയാണ്, ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ വൃദ്ധന് എന്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധ അവന്റെ ശക്തിയിലേക്ക് മാറുകയാണ്. ശാരീരിക ശക്തിയാണ് ശക്തി എന്ന ബോധ്യം ഈ ഭാഗത്ത് സക്രിയാവിൽ വല്ലാതെ നുരയുന്നു. അതുകൊണ്ട് എൻ്റെ ശക്തിയിൽ, എൻ്റെ കഴിവിൽ, ആത്മവിശ്വാസത്തിൽ വല്ലാതെ അഭിരമിക്കുന്ന, അല്ലെങ്കിൽ അതിൽ വല്ലാതെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു പുരോഹിതനായി ഇവിടെ മാറുകയാണ്. അതുകൊണ്ടാണ് വഴിതെറ്റി സഞ്ചരിച്ച പാദുകങ്ങൾ സക്രിയ പുരോഹിതന് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുന്നത്. വഴിതെറ്റുവാൻ സാധ്യതയുണ്ട്. എന്നാൽ വഴിതെറ്റുമ്പോൾ തിരിച്ചറിഞ്ഞ് തിരുത്തുവാനും നമ്മൾക്ക് സാധിക്കണം എന്ന് വഴിതെറ്റിയ പതുവങ്ങൾ തന്റെ സക്രിയ പുരോഹിതൻ. അതുകൊണ്ട് നീട്ടിപ്പറയുന്നതാണ് പൗരോഹിത്യം എന്ന് ചിലപ്പോഴെങ്കിലും നാം തെറ്റിദ്ധരിക്കാറുണ്ട്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നീട്ടിപ്പറയുന്നതാണ്, നീട്ടി പ്രാർത്ഥിക്കുന്നതാണ്, നീട്ടി ആരാധിക്കുന്നതാണ്, നീട്ടി പ്രസംഗിക്കുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും പറയാറുണ്ട്, ഞാൻ അധികം നീട്ടുന്നില്ല, എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടും പിന്നെയും നമ്മളൊക്കെ 10-15 മിനിറ്റും ഒക്കെ സംസാരിക്കാറുണ്ട്. എന്നാൽ നീട്ടി പറയുന്നതല്ല പൗരോഹിത്യം. ക്രിസ്തുവിലേക്കും ദൈവത്തിലേക്കും നീളുന്നതാണ് പൗരോഹിത്യം എന്ന് സക്രിയ പുരോഹിതന്റെ ജീവിതത്തിലൂടെ നമ്മൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. വഴിതെറ്റി സഞ്ചരിച്ച പാദുകങ്ങൾ സക്രിയ പുരോഹിതന് ഉണ്ടായിരുന്നു എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം സക്രിയ പുരോഹിതൻ നമ്മെ ഓർപ്പിക്കുന്നത് പഴകിയ പാദുകങ്ങൾ ധരിക്കുന്നില്ല എന്നുള്ളതും സക്രിയ പുരോഹിതന്റെ ഒരു പ്രത്യേകതയാണ്. പഴകിയ പാദുകങ്ങൾ ധരിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. സക്രിയ പുരോഹിതന്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ ദൂതന്റെ അരുളപ്പാട് വിശ്വസിക്കാഞ്ഞതുകൊണ്ട് അദ്ദേഹം ഊമനായി മാറുകയാണ്. തന്റെ ഭവനത്തിൽ നിശബ്ദനായി അദ്ദേഹം പാർക്കുന്നു എന്ന് നമുക്ക് ഈ വേദഭാഗത്തിൽ കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ മുൻപോട്ട് നമ്മൾ വായിച്ചു പോകുമ്പോൾ 59-ാമത്തെ വാക്യത്തിൽ 8-ാം നാളിൽ അവർ പൈതലിനെ പരിച്ഛേദന ചെയ്യുവാൻ വന്നു. അപ്പന്റെ പേർ പോലെ അവന് സക്രിയാവ് എന്ന് പേർ വിളിപ്പാൻ ഭാവിച്ചു. അവന്റെ അമ്മയോ, അല്ല, അവന് യോഹന്നാൻ എന്ന് പേരിടേണം എന്ന് പറഞ്ഞു. അവന്റെ അമ്മയോ, അല്ല, അവന് യോഹന്നാൻ എന്ന് പേർ ഇടേണം എന്ന് പറയുക. ഇവിടെ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാഴ്ച, സക്രിയ പുരോഹിതൻ നിശബ്ദനായി പാർക്കുകയാണ്. സക്രിയ പുരോഹിതനെയും പ്രതിനിധാനം ചെയ്യുവാൻ എലിസബത്തിന് സാധിക്കുന്നു എന്ന് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. സക്രിയ പുരോഹിതനെയും പ്രതിനിധാനം ചെയ്യുവാൻ, ആ കുടുംബത്തെ പ്രതിനിധാനം ചെയ്യുവാൻ
ആ കുടുംബത്തെ പ്രതിനിധീകരിക്കുവാൻ, ആ കുടുംബത്തിന്റെ ശബ്ദമായി മാറുവാൻ, ആ കുടുംബത്തെ മുൻപോട്ട് നയിക്കുന്ന ചാലക ശക്തിയായി മാറുവാൻ എലിസബത്തിന് സാധിക്കുന്നു എന്ന് ഈ 1-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പഴകിയ പാതുകങ്ങൾ ധരിക്കുന്നില്ല, പഴകിയ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നില്ല, പഴകിയ ആചാരങ്ങളോ പഴകിയ തിട്ടൂരങ്ങളോ പഴകിയ വർത്തമാനങ്ങളോ പഴകിയ ദർശനങ്ങളോ ദൗത്യങ്ങളോ അത് ചില ലായനികളിൽ ഇട്ട് സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും സഖറിയാ പുരോഹിതൻ ശ്രമിക്കുന്നില്ല. പഴകിയതിനെ തിരിച്ചറിഞ്ഞ് ഒരു പുതുക്കലിന്റെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ സഖറിയാ പുരോഹിതന് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, വേദപുസ്തകത്തിന്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ പുരുഷൻ എന്നുള്ളത് എപ്പോഴും ഒരു സ്കെയിലാണ്, ഒരു തോതാണ്. ജനക്കൂട്ടത്തെ എങ്ങനെയാണ് നമ്മള് വേദപുസ്തകത്തിൽ മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ പുരുഷന്മാരുടെ എണ്ണം കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. പുരുഷന്മാർ എത്ര ആളുകൾ വന്നു, അതാണ് ജനക്കൂട്ടത്തിന്റെ സ്കെയിൽ, തോത് എന്ന് പറയും. ഒരു കുടുംബത്തെയോ പുരുഷാരത്തെയോ ഒരു സമൂഹത്തെയോ എപ്പോഴും പ്രതിനിധാനം ചെയ്യുന്നത് പുരുഷന്മാരാണ്. എന്നാൽ പ്രതിനിധീകരിക്കപ്പെടാത്തവർ ഇവിടെ പ്രതിനിധികളായി തീരുന്നു, പ്രതിനിധാനം ചെയ്യുവാൻ തയ്യാറാകുന്നു, അവരെ അതിന് ശക്തീകരിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ചില പുതിയ മനുഷ്യരുടെ ആശയങ്ങളും ചില പുതിയ ജീവിതങ്ങളും ഉയർന്നു വരുന്നു എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രതിനിധിയായി പുരുഷനെ മാത്രം കണക്കാക്കിയ ലോകത്തിൽ ഒരു പുതിയ ചുവട് തന്റെ പാതുകങ്ങൾ കൊണ്ടുവെക്കുവാൻ സഖറിയാവിന് സാധിക്കുന്നു എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഖറിയാവിന്റെ പാതുകങ്ങളുടെ പ്രത്യേകത പഴകിയ ആശയങ്ങളെയോ നവീനമായ ഉൾക്കാഴ്ചയില്ലാത്ത ആശയങ്ങളെയോ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാത്ത ആശയങ്ങളെയോ മനുഷ്യരെ അവഗണിക്കുന്ന ആശയങ്ങളെയോ ഒരു മനുഷ്യനെ ചെറുതാക്കുന്ന ആശയങ്ങളെയോ ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഇടിച്ചു താഴ്ത്തുന്ന ആശയങ്ങളെയോ വല്ലാതെ പുണരുവാനുള്ള വെമ്പൽ സഖറിയാ പുരോഹിതന് ഇല്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുക. പലപ്പോഴും മനുഷ്യത്വരഹിതമായ മാനവ സമൂഹത്തിന് അപമാനകരമാകും പഴകിയ ആചാരങ്ങളെയും മനുഷ്യനെ വേർതിരിക്കുന്ന മനുഷ്യന്റെ ധാർമ്മികതയ്ക്ക് നിലനിൽക്കാത്ത അനാചാരങ്ങളെയും അനീതികളെയും അത് പൈതൃകമായും പാരമ്പര്യമായും ആഘോഷിക്കുമ്പോൾ സഖറിയാ പുരോഹിതൻ നമ്മളോട് പറയുന്നു, നമ്മൾക്ക് ചില പുതിയ പാതുകങ്ങൾ ആവശ്യമാണ്. പഴകിയ പാതുകങ്ങൾ ശരിയാവണ്ണം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, അത് തെറ്റായ വഴികളിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ചില പുതിയ പാതുകങ്ങൾ ധരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് സഖറിയാ പുരോഹിതൻ നമ്മെ പഠിപ്പിക്കുന്നു. നാലാമതായിട്ട് ആ പാതുകങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് സഖറിയാ പുരോഹിതൻ തന്റെ പാതുകങ്ങൾ ഭവനത്തിലും ധരിക്കുന്നു എന്നുള്ളതാണ്. ദേവാലയത്തിൽ മാത്രം തന്റെ പാതുകങ്ങൾ ധരിക്കുന്ന ഒരു മനുഷ്യനായിട്ടല്ല സഖറിയാ പുരോഹിതനെ വേദപുസ്തകം നമ്മൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും 1-ാം അധ്യായം 23-ാമത്തെ വാക്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു, അവൻ അവർക്ക് ആഗ്യം കാട്ടി ഊമനായി പാർത്തു. അവന്റെ ശുശ്രൂഷകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി എന്ന് പറയുകയാണ്. അവന്റെ ശുശ്രൂഷകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി എന്ന് പറയും. ദേവാലയം
ഭവനത്തിൽ ലയിക്കുന്നു എന്ന് പറയുക. ദേവാലയം അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഭവനത്തിൽ സംഭവിക്കും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ഒരു പുരോഹിതന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു വലിയ ലയനത്തെ കുറിച്ചാണ് വേദപുസ്തകം പറയുന്നത്. ഭവനം ദേവാലയമായി മാറുകയാണ്. ഭവനം ദേവാലയമായി മാറുകയാണ്. മാധവിക്കുട്ടി തന്റെ സർവസ്വം എന്ന കവിതയിൽ പറയുന്നുണ്ട്, നിന്റെ പാദവിന്യാസം ആരും കേൾക്കുകയില്ല, നിന്റെ പാദവിന്യാസം ആരും കേൾക്കുകയില്ല, എങ്കിലും കടലിൽ ഉപ്പെന്ന പോലെ നിന്റെ സാന്നിധ്യം ഞാൻ എൻ്റെ ഭവനത്തിൽ അറിയുന്നു. നിന്റെ പാദവിന്യാസം ആരും കേൾക്കുകയില്ല, എങ്കിലും കടലിൽ ഉപ്പെന്ന പോലെ നിന്റെ സാന്നിധ്യം എൻ്റെ ഭവനത്തിൽ നിറയുന്നു എന്ന് ഈശ്വരനെ കുറിച്ച്, ഈശ്വര സങ്കല്പത്തെ കുറിച്ച് മാധവിക്കുട്ടി പറയുന്നുണ്ട്. ഭവനത്തിൽ നിറയപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യം. ആ ദൈവ സാന്നിധ്യത്തെ കുറിച്ച് വളരെ ഭംഗിയായിട്ടാണ് സഖറിയ പുരോഹിതന്റെ കുടുംബം നമ്മളോട് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ കന്യക മറിയാം ആ ഭവനത്തിലേക്ക് വരുമ്പോൾ എലിസബത്ത് പറയുന്ന വാക്യം വളരെ പ്രസക്തമാണ്. കർത്താവിന്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുള്ള മാനം എനിക്ക് ഇവിടെ നിന്ന് ഉണ്ടായി. ഈ ഭവനത്തിന്റെ മാനം എന്ന് പറയുന്നത് അബിയാകൂറിൽ പുരോഹിതനായ സഖറിയാവിന്റെ കുടുംബ മഹിമയല്ല. അഹ്റോന്റെ പുത്രിമാരിൽ ഒരാളായി തീർന്നതിന്റെ കുലമഹിമയല്ല. ഇതിന്റെ പൈതൃകത്തിലും അതിന്റെ പാരമ്പര്യത്തിലും സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു ഭവനമല്ല ഈ പുരോഹിതന്റെ ഭവനം. ഈ പുരോഹിതന്റെ ഭവനം പറയുകയാണ്, ക്രിസ്തുവുമായിട്ടുള്ള സഹവാസമാണ് എൻ്റെ ഭവനത്തിന്റെ മാനം. ക്രിസ്തുവുമായിട്ടുള്ള സഹവസിക്കുന്നവരുടെ കൂട്ടായ്മയാണ്, അവരുടെ കൂടിവരമാണ്, അവരുടെ സാന്നിധ്യമാണ് എനിക്കും എൻ്റെ ഭവനത്തിനും മാനം നൽകുന്നത്. മാനം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, കുടുംബത്തിന്റെ പൈതൃകമോ പാരമ്പര്യമോ കുടുംബത്തിന്റെ വംശമോ മഹിമയോ അതിന്റെ ശുദ്ധിയോ അതിലൊന്നുമല്ല എന്ന് വളരെ ഭംഗിയായിട്ട് സഖറിയ പുരോഹിതന്റെ കുടുംബം നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് പാതുകങ്ങൾ ഭവനത്തിലും അണിയണം. ദേവാലയത്തിൽ മാത്രം അണിയുന്ന പാതുകങ്ങൾ ഉണ്ടാകരുത്. സഖറിയ പുരോഹിതന്റെ ഭവനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് പങ്കുവയ്ക്കപ്പെടുന്ന ഇടമായി മാറുകയാണ്. പരിശുദ്ധാത്മാവ് പങ്കുവയ്ക്കപ്പെടുന്ന ഇടമായി മാറുകയാണ്. പരിശുദ്ധാത്മാവ് പ്രവഹിക്കുന്ന, പ്രസരിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം ഉണ്ടാകുന്ന ഒരു ഇടമായി ആ ഭവനം മാറുകയാണ്. ദേവാലയമായി, ദേവാലയത്തിന്റെ ഒരു എക്സ്റ്റൻഷനായി, ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭവനത്തിന് രൂപം കൊടുക്കുവാൻ സഖറിയ പുരോഹിതന് സാധിക്കുകയാണ്. പാതുകങ്ങൾ ഭവനത്തിലും ധരിക്കുന്നു എന്ന് ഈ വേദഭാഗം പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന തിന്മകൾ നമ്മുടെ ഭവനത്തിൽ നാം ആഘോഷിക്കുന്ന, നാം ആഹ്ലാദിക്കുന്ന, നാം ആലിംഗനം ചെയ്യുന്ന, ആശ്ലേഷിക്കുന്ന എത്രയോ തിന്മകളുണ്ട് എന്ന് ഈ വേദഭാഗം വളരെ സുന്ദരമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ സുന്ദരമായി പഠിപ്പിക്കുന്നു. നാം അഭിമാനിക്കുന്നതിലും നാം അഭിരമിക്കുന്നതിലും എത്രമാത്രം അർത്ഥശൂന്യതയുണ്ട് എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം സഖറിയ പുരോഹിതൻ നമ്മളോട് പറയുകയാണ്, നൃത്തം ചെയ്യുന്ന പാതുകങ്ങൾ. സഖറിയ പുരോഹിതന് നൃത്തം ചെയ്യുന്ന പാതുകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേദപുസ്തകം നമ്മളോട് പറയുക. നമുക്കറിയാം, 1-ാം അധ്യായം അതിന്റെ 67 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ
പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സക്രിയാവ് പറയുന്ന വേദഭാഗം, വചനങ്ങൾ വളരെ ഭംഗിയായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയ പ്രതീക്ഷകൾ പങ്കുവെക്കുകയാണ്, വലിയ സ്വപ്നങ്ങൾ പങ്കുവെക്കുകയാണ്, വലിയ സങ്കല്പങ്ങൾ പങ്കുവെക്കുകയാണ്. തന്റെ ജനത്തെക്കുറിച്ചുള്ള, അവരുടെ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള, അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ സങ്കല്പങ്ങളാണ് പങ്കുവെക്കുന്നത്. ജീവിതത്തെ കലാത്മകമായി പരിവർത്തിപ്പിക്കുക, ലോകനിഷേധത്തിന് എതിരായിട്ടുള്ള കരുത്തുറ്റ പ്രതിരോധമാണ് പാട്ടുകൾ. ലോകനിഷേധത്തിന് എതിരായിട്ടുള്ള കരുത്തുറ്റ പ്രതിരോധമാണ് കല എന്നുള്ള ആശയം പങ്കുവയ്ക്കുകയാണ്. ഒരു ഡാൻസിങ് പ്രീസ്റ്റ് ആയിട്ട് മാറുകയാണ്. എന്നോട് സുനിലച്ചൻ പറഞ്ഞു, വിവാദ വിഷയങ്ങളൊന്നും പറയരുത്. എന്നിരുന്നാലും ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചു പോവുകയാണ്. ഈ ദിവസങ്ങളിൽ അച്ഛന്മാരുടെ ഡാൻസ്, നൃത്തങ്ങളൊക്കെ വിമർശിക്കപ്പെടുന്ന, പരിഹസിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ സക്രിയാവിന്റെ നൃത്തം ചെയ്യുന്ന പാതകങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നത്. തകർന്നു പോയ ശേഷം വീണ്ടും വീണ്ടും പുനരുത്ഥാനം ചെയ്യുവാൻ, വീണ്ടും വീണ്ടും പുനരുത്ഥാനം ചെയ്യുവാൻ ഈ പാട്ടുകൾ സഹായിക്കുന്നുണ്ട്. ഈ പാട്ടുകൾ സഹായിക്കുന്നുണ്ട്, ഈ നൃത്തങ്ങൾ സഹായിക്കുന്നുണ്ട്. തകർച്ച കണ്ട് പകച്ചു പോകാതെ തകർച്ചയുടെ ഗർത്തത്തിലെ നൃത്തമാണ് സക്രിയാവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നൃത്തം ചെയ്യുന്ന പാതകങ്ങൾ നമുക്ക് ആവശ്യമാണ്. പാട്ടുകൾ പാടുന്ന വിശ്വാസ ജീവിതം നമുക്ക് ആവശ്യമാണ്. ജീവിതത്തെ വീണ്ടും വീണ്ടും പുനരുത്ഥാനം ചെയ്യിപ്പിക്കുന്നതാണ് നമ്മുടെ പാട്ടുകളും നമ്മുടെ ആരാധനകളും എല്ലാം തന്നെ. അതിനെ നിഷേധിക്കുവാനോ നിരാകരിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല എന്ന് വേദപുസ്തകം തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. 1-ാം അധ്യായത്തിൽ തന്നെ എത്രയോ പാട്ടുകളുണ്ട്. ആ പാട്ടുകളൊക്കെ എത്ര നല്ല ക്രിസ്തീയ സങ്കല്പങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന, ഊട്ടിയുറപ്പിക്കുന്ന, നല്ല നാളെക്കുറിച്ചുള്ള, നല്ല സാധ്യതകളെ കുറിച്ചുള്ള, നല്ല ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശകൾ, പ്രതീക്ഷകൾ സ്ഫുരിക്കുന്ന പാട്ടുകൾ, നൃത്തങ്ങൾ, കലകൾ, ഇതെല്ലാം പങ്കുവയ്ക്കുന്ന മനോഹരമാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. പ്രിയമുള്ളവരെ, പൗരോഹിത്യത്തിന്റെ പാതകങ്ങൾ, അതിന്റെ ചില പ്രത്യേകത എങ്ങനെയുള്ളതാണ് എന്നൊന്ന് പറയുവാനാണ് ഞാൻ ശ്രമിച്ചത്. പ്രിയപ്പെട്ട സുനിലച്ചൻ നൽകിയ ഈ അവസരത്തിനായി നന്ദി പറയുന്നു. 5 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. നടന്നതൊക്കെയും വഴിയാക്കി തീർത്ത പാതകൾ, പുതുപാതകളെ സൃഷ്ടിച്ച പാതകങ്ങളായിരുന്നു. ഒരു വലിയ പ്രതിസന്ധിയുടെ, ഒരു വലിയ നിശബ്ദതയുടെ, ഒരു ദൈവിക അരുളപ്പാടുകളോ കാഴ്ചപ്പാടുകളോ ദർശനങ്ങളോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സക്രിയാവിന്റെ ചുവടുകൾക്ക് പാതകളെ സൃഷ്ടിക്കുവാൻ സാധിച്ചു. പിന്നീട് പാതകൾ ഒരുക്കുവാൻ വന്നവർക്കും ആ പാതയിലൂടെ നടന്നവർക്കും ഒരു പാതയുടെ നേരിയ അടയാളപ്പെടുത്തലുകൾ നൽകുവാൻ സക്രിയ പുരോഹിതന്റെ പാതകങ്ങൾക്ക് സാധിച്ചു. അത് ഓൺ സൈസ് ആയിട്ടുള്ളതായിരുന്നില്ല, കിങ് സൈസ്ഡ് ആയിട്ടുള്ളതായിരുന്നില്ല, ട്രെൻഡ് സൈസും ആയിരുന്നില്ല. അതൊരു ഓവർ സൈസ് ആയിരുന്നു. ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാനുള്ള, സമൂഹത്തിന്റെ കണ്ണിൽ അത് പാകമല്ലായിരുന്നു. ദൈവത്തെ കൂടി വഹിക്കുന്ന ഒരു ചുവടുകളും പാതകങ്ങളും ആയിരുന്നു. വഴിതെറ്റി സഞ്ചരിച്ചിട്ടുണ്ട്, വഴിതെറ്റി സഞ്ചരിച്ച പാതകങ്ങൾ കൂടി, അതും കൂടി ഉൾപ്പെട്ട ഒരു പൗരോഹിത്യ ജീവിതമായിരുന്നു. അതിനെ തിരിച്ചറിഞ്ഞ് പഴകിയ പാതകങ്ങളെ ധരിക്കാതെ അതിനെ തിരിച്ചറിയുന്ന ഒരു പുരോഹിതനെ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഭവനത്തിലും ദേവാലയത്തിലും ആ പാതകങ്ങളുടെ സ്വാധീന ശക്തി ഉണ്ടാകുന്നുണ്ട്. നൃത്തം ചെയ്യുന്ന പാതകങ്ങളായി അത് മാറുന്നു. പ്രിയമുള്ളവരെ, നമ്മൾക്കും സക്രിയ പുരോഹിതന്റെ വിശ്വാസ ജീവിതം ഒരു ഉണർത്തുപാട്ടായി മാറട്ടെ. 2025 വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ സക്രിയ പുരോഹിതന്റെ ചുവടുകളെ പോലെ ചുവടുകൾ വയ്ക്കുവാൻ നമുക്ക് സാധിക്കണം.
അതിന് ദൈവം നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അവസരം തന്ന പ്രിയപ്പെട്ട എല്ലാവരോടുള്ള നന്ദി അറിയുന്നു, നന്ദി പറയുന്നു. എൻ്റെ ചില ലളിതമായ വ്യാഖ്യാനങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു അച്ഛൻ. വളരെ ഹൃദ്യമായിട്ട് അച്ഛൻ നമ്മളോട് സംസാരിച്ചുവല്ലോ. നമ്മൾ ചിന്തിക്കാത്ത ഒരു തലത്തിലേക്ക് പൗരോഹിത്യത്തിന്റെ പാതകങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഈ വേദഭാഗം വ്യാഖ്യാനിക്കുവാനായിട്ട് അച്ഛൻ നേതൃത്വം നൽകി. നടന്നതൊക്കെയും പാതയാക്കിയ പാതകങ്ങൾ, വഴിതെറ്റി സഞ്ചരിച്ച പാതകങ്ങൾ, പഴകിയ പാതകങ്ങൾ ധരിക്കാത്ത സെഖരിയ പുരോഹിതനെ കുറിച്ച്, ഭവനത്തിലും ദേവാലയത്തിൽ മാത്രമല്ല ഭവനത്തിലും പാതകങ്ങൾ ധരിക്കുന്ന വ്യക്തിയായിരുന്നു, നൃത്തം ചെയ്യുന്ന പാതകങ്ങളായിരുന്നു. ഒരു രാജകീയ പുരോഹിത വർഗം എന്നുള്ള നിലയിൽ നമ്മൾ 2025 അഭിമുഖീകരിക്കുമ്പോൾ, അതിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഈ വർഷം നമ്മൾ പോകുന്ന വഴികളെ മറ്റുള്ളവർക്കും പിന്തുടരുവാൻ കഴിയുന്ന പാത വെട്ടി തുറക്കുന്ന, പാതയാക്കുന്ന പാതകങ്ങൾ ധരിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ ജീവിതം നയിപ്പാൻ തക്കവണ്ണം നമുക്ക് നല്ലൊരു ആഹ്വാനമാണ് പ്രിയച്ഛൻ നൽകിയത്. ഇപ്പോഴ് ബെന്നി പരിമണം നന്ദി പറയുന്നതാണ്. അതിനുശേഷം നമുക്ക് അച്ഛനോട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള അവസരമാണ്. ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾ സിസ്റ്റത്തിൽ ഹാൻഡ് റൈസ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ ചോദ്യങ്ങളോ പേരുകളോ എഴുതിയിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അച്ഛൻ മറുപടി പറയുന്നതാണ്. ബെന്നി ഇപ്പോഴ് നന്ദി പ്രകാശിപ്പിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട സുനിലച്ചൻ, ബഹുമാനപ്പെട്ട ലിജോ സി ജോസഫ് അച്ഛൻ, ബഹുമാനപ്പെട്ട വൈദികരെ, ഈ ബോധനയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ബോധനയുടെ 3ാമത്തെ ബൈബിൾ സ്റ്റഡിയാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ബൈബിൾ സ്റ്റഡി നമുക്ക് വളരെ അനുഗ്രഹീതമായി നടത്തുവാനായിട്ട് ദൈവമിടയായി. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വിഷയം, പൗരോഹിത്യത്തിൻ്റെ പാതകങ്ങൾ എന്ന വിഷയം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിലെ സഖരിയാവിൻ്റെ ജീവിതത്തിലൂടെ വളരെ മനോഹരമായി ബഹുമാനപ്പെട്ട ലിജോ സി ജോസഫ് അച്ഛൻ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായിരുന്നല്ലോ. സുനിലച്ചൻ പറഞ്ഞതുപോലെ നമ്മൾ ചിന്തിക്കാത്ത മേഖലകളിലൂടെ ഈ ബൈബിൾ വചനങ്ങളെ നമ്മളുടെ ഹൃദയങ്ങളുടെ ആഴങ്ങളിലേക്ക് പതിപ്പിക്കുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട ലിജോ സി ജോസഫ് അച്ഛന് സാധിച്ചു. ഈ പുതിയ വർഷത്തിൽ ഈ പാതകങ്ങളെ അണിഞ്ഞ് 5 പ്രത്യേകതകളാണല്ലോ ഈ പാതകങ്ങളെപ്പറ്റി ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത്. ഈ പാതകങ്ങളെ ധരിച്ച് നമ്മളുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പുതിയ വർഷം ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട ലിജോ സി ജോസഫ് അച്ഛൻ വളരെ മനോഹരമായിട്ടാണ് ഈ ബൈബിൾ സ്റ്റഡി നടത്തിയത്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൽ നടത്തിയ ഒരു ക്രിസ്മസ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആമോദം എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രഭാഷണം ഇതിനു മുമ്പ് കേൾക്കുവാനായിട്ട് ഇടയായി. അതേപോലെ തന്നെ അച്ഛൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും ബൈബിൾ സ്റ്റഡികളും ഒക്കെയും നമ്മളുടെ ജീവിതത്തിലും ഒരു വെല്ലുവിളി ഉണർത്തുകയും നമ്മളുടെ ജീവിതത്തെ അപ്രകാരം മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം പ്രാപ്തരാക്കുകയും ചെയ്യുന്ന വചനങ്ങളാണ് എന്ന് പറയുന്നതിൽ യാതൊരു വിധമായിട്ടുള്ള അതിശോക്തിയില്ല. ഇന്ന് ബോധനയുടെ ക്ഷണം സ്വീകരിച്ച ഇത്രത്തോളം സമയം വളരെ മനോഹരമായി ഈ വേദഭാഗത്തെ ആസ്ഥാനമാക്കി ബൈബിൾ സ്റ്റഡി നടത്തിയതിൽ ബോധനയുടെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് നമുക്ക് പ്രാരംഭമായിട്ട് പ്രാർത്ഥന നിർവഹിച്ചത് ബഹുമാനപ്പെട്ട ജോൺ മാത്യു അച്ഛനാണ്. വളരെ അനുഗ്രഹീതമായ പ്രാർത്ഥനയായിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ മറ്റ് വൈദികർ, എനിക്ക് തോന്നുന്നു ഏതാണ്ട് 10ഓളം വൈദികർ ഈ സൂം മീറ്റിങ്ങിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. സുനിലച്ചൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ അച്ഛന്മാരുടെ സാന്നിധ്യം, അച്ഛന്മാരുടെ അനുഗ്രഹമൊക്കെയും ഈ ബൈബിൾ സ്റ്റഡി വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട എല്ലാ അച്ഛന്മാരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ ബോധനയെ ഇത്രത്തോളം സന്തോഷകരമാക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വൈവിധ്യമാർന്ന സമയക്രമീകരണങ്ങളിൽ പങ്കെടുക്കുന്നവരാണ്. നിങ്ങളുടെ ഈ സാന്നിധ്യമാണ് ഈ ബോധനയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങളെയൊക്കെയും പ്രേരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ഏവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. നമുക്ക് ഈ സൂമിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കി തന്ന പ്രിയപ്പെട്ട ഷാജി ലൂക്കോ സാറാണ്. സാറിനുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇനിയും തുടർന്ന് ചർച്ചകളിൽ പങ്കെടുക്കുന്നവർ, അതുപോലെ തന്നെ ഈ ബൈബിൾ വേദഭാഗവുമായിട്ട് ബന്ധിപ്പിച്ച് സംസാരിക്കുന്നവർ, അതുപോലെ തന്നെ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നവർ, എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചു കൊള്ളുന്നു. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ലിജോ സി ജോസഫ് അച്ഛനോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. താല്പര്യമുള്ളവർക്ക് ഹാൻഡ് റൈസ് ചെയ്ത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അച്ഛനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മുടെ ജോർജ് യോഹന്നാൻ സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറ് ചോദിക്കാം. അച്ഛൻ്റെ പ്രസംഗം ശ്രദ്ധയോടെ കേട്ടു ഞാൻ. നമ്മുടെ എല്ലാ ഭവനങ്ങളിലും
ഈ സക്കറിയ പുരോഹിതനും എലിസബത്ത് അമ്മച്ചിയുമുണ്ട്. അവർ ധരിച്ചിരുന്ന മെതിയടികൾ, എൻ്റെ വല്യപ്പച്ചൻ ഒരു മെതിയടിയായിരുന്നു. ആ മെതിയടിയുടെ ആ വിരലുകളെല്ലാം അപ്പച്ചൻ്റെ തടി ഇങ്ങനെ തേഞ്ഞ് അങ്ങനെ മെതിയടി വളരെ തേഞ്ഞ ഒരു മെതിയടിയാണെങ്കിലും അതിട്ടുകൊണ്ട് നടക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. അപ്പച്ചൻ്റെ ചെരുപ്പും ഇട്ടിട്ടുണ്ട്. ആ കാലത്തൊന്നും വലുതായിട്ട് ചെരുപ്പൊന്നും ആളുകൾ ഉപയോഗിക്കുന്ന കാലമല്ലായിരുന്നു. എനിക്ക് തന്നെ ഇപ്പൊ 77 വയസ്സായി. അപ്പൊ നമ്മളെല്ലാം നമ്മുടെ ഭവനങ്ങളിലുള്ള സഖറിയ പുരോഹിതന്മാരെയും എലിസബത്ത് അമ്മച്ചിമാരെയും ഫോളോ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവരിൽ കുറച്ച് വിശ്വാസം ഇങ്ങനെ ആഴത്തിൽ പതിയുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ അനുഭവം ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഈ കേൾക്കുന്ന എല്ലാവർക്കും അതായിരിക്കും പറയാനുള്ളത്. ഈ പലതരത്തിൽ ഉള്ള ആളുകൾ പലതരത്തിലുള്ള ഷൂസാണ്. നമ്മൾ യു ആർ എ സെർമൺ ഇൻ ഷൂസ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഞാൻ ഈ VBS-നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അത്. അപ്പം നമ്മൾ ഇനി അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഷൂസ് ഏതാണ്, ഏത് പാദമാണ്, ഏത് പാദുകമാണ് എന്നുള്ളത് ശ്രദ്ധയോടെ പഠിക്കാൻ ഒരു വെല്ലുവിളിയാണ് ഇത്. എനിക്കുണ്ടായ ഇൻസ്പിറേഷൻ ഞാൻ പറയുന്നു. താങ്ക് യു സോ മച്ച് അച്ഛൻ. എല്ലാവർക്കും നന്ദി. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും? രാജവഞ്ചേരി അച്ഛൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു തോന്നുന്നു. രാജവഞ്ചേരി അച്ഛൻ. ലിജോ അച്ഛൻ്റെ പ്രഭാഷണം ഞാൻ ശ്രദ്ധയോടെ കേട്ടു. വളരെ നന്നായിരിക്കുന്നു. അച്ഛൻ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. പുതിയ പാതകങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. അച്ഛൻ ഈ സക്കറിയാവിൻ്റെ പാതകങ്ങൾ, വഴിതെറ്റിയ പാതകങ്ങൾ എന്ന് അച്ഛൻ പറഞ്ഞല്ലോ, അതിനെപ്പറ്റി ഒരു ഇച്ചിരി എക്സ്പ്ലനേഷൻ എന്തുകൊണ്ടാണ് അച്ഛൻ അത് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വളരെയധികം ഉപകാരമായിരുന്നു. ഏത് രീതിയിലാണ് പിന്നെ മാലാഖ വന്ന് ചോദിച്ചപ്പോഴേ സംശയം ചോദിച്ചതാണോ, അതോ അതുകൂടാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ആ പാതകങ്ങൾക്ക് ഒരു വഴിതെറ്റൽ സംഭവിച്ചോ എന്നൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കിട്ടിയാൽ വളരെ ഉപകാരം. വഴികൾ തെറ്റിയ പാതകങ്ങൾ എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ, ഒന്ന്, ഞാൻ എന്നെ തന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് പിഴവുകൾ സംഭവിക്കാം, പുരോഹിതന്മാർക്കും വീഴ്ചകൾ സംഭവിക്കാം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. എല്ലാ മനുഷ്യർക്കും, വിശ്വാസ സമൂഹത്തിലുള്ള എല്ലാവർക്കും പിഴവുകൾ സംഭവിക്കാം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. രണ്ട്, അത് തെറ്റി എന്ന് പുരോഹിതന് ലഭിക്കുന്ന ഒരു വലിയ ദർശനം, ആ ദർശനത്തിന്റെ മധ്യത്തിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വൃദ്ധൻ എന്ന് പറയുമ്പോൾ ശാരീരികമായി അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥയും അതോടൊപ്പം കുഞ്ഞ് ഉണ്ടാകുവാനുള്ള ഒരു ബയോളജിക്കലായിട്ടുള്ള ഒരു അസാധ്യതയൊക്കെയാണ് പറയാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് അദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തന്നിലേക്ക് വല്ലാതെ നോട്ടം പോവുകയാണ്, തൻ്റെ ശക്തിയിലേക്ക് വല്ലാതെ നോട്ടം പോവുകയാണ്, തൻ്റെ പ്രതിച്ഛായയിലേക്കും തൻ്റെ ആരോഗ്യത്തിലേക്കും വല്ലാതെ നോട്ടം പോവുകയാണ്. അതുകൊണ്ട് പുരോഹിതൻ എന്ന് പറയുന്നത്, ഞാനതാണ് ഇടയ്ക്കൊന്ന് പറയാൻ ശ്രമിച്ചത്, ക്രിസ്തുവിലേക്ക് നീളുന്നതായിരിക്കണം ജീവിതം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീട്ടി പ്രാർത്ഥിക്കുന്നതല്ല, നീട്ടി ആരാധിക്കുന്നതല്ല, ക്രിസ്തുവിലേക്കും ദൈവത്തിങ്കിലേക്കും നീളുന്നതാണ് ഒരു പുരോഹിതന്റെ, ഒരു വിശ്വാസിയുടെ ജീവിതം. അതിന് സാധിക്കാതെ തന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ, തൻ്റെ ശക്തിയിലേക്കും തൻ്റെ കഴിവിലേക്കും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ
അവിടെ പിഴവ് സംഭവിക്കും എന്നാണ് ഞാനൊന്ന് പറയാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ഒരു ക്ഷൗരം, ക്രിസ്തു എന്തുകൊണ്ട് ക്ഷൗരം ചെയ്യാത്ത ക്രിസ്തുവിന്റെ രൂപം അല്ലെങ്കിൽ ചിത്രം വരുന്നു എന്ന് ചോദിച്ചാൽ, തന്റെ ഒരു പ്രതിശായിലേക്കും ശക്തിയിലേക്കും സൗന്ദര്യത്തിലേക്കും അത്രമേൽ ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നില്ല ക്രിസ്തു. അബ്രയിലേക്കായിരുന്നു ക്രിസ്തുവിന്റെ നോട്ടം എപ്പോഴും നീളുന്നത് എന്നുള്ളതാണ് അതിന്റെ വളരെ ചെറിയ ഉത്തരം. എനിക്ക് അങ്ങനെ ഉത്തരങ്ങളൊന്നും അറിയത്തില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചെറിയൊരു ഉത്തരം അതാണ്. താങ്ക് യു അച്ഛൻ, താങ്ക് യു. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? നമ്മുടെ വിൽസൺ സാർ കൈ ഉയർത്തിയിട്ടുണ്ട്. ഞാന് അച്ഛന്റെ പ്രഭാഷണം ശ്രദ്ധയോട് കേട്ടായിരുന്നു. അച്ഛനെ ഞാൻ അഭിനന്ദിക്കുന്നു. എനിക്ക് എന്നും ലിജോ സി ജോസഫ് അച്ഛന്റെ പ്രഭാഷണവും അച്ഛന്റെ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്നതൊക്കെ ഞാൻ വളരെ സന്തോഷപൂർവ്വം കാണുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു യുവ പട്ടക്കാരിൽ വേറിട്ട് ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ എപ്പോഴും അത് കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നതാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അച്ഛന്റെ ഇന്നത്തെ പ്രഭാഷണവും വേറിട്ട ഒരു ചിന്തയാണ് പ്രദാനം ചെയ്തത്. വളരെ നന്നായിരിക്കുന്നു. പിന്നെ എൻ്റെ ഒരു സംശയം, ഈ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞതിന് അച്ഛൻ അവസാനം ഒരു വ്യാഖ്യാനം രാജകീയ പുരോഹിതരെന്ന് വെച്ചിട്ട് എല്ലാരെയും ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചത് ആണോ എന്നൊരു സംശയമുണ്ട്. സക്രിയാവിനെ എടുത്ത് പ്രീസ്റ്റ്ഹുഡ് പറഞ്ഞപ്പം തീർച്ചയായിട്ടും അത് പട്ടക്കാരെ ഉദ്ദേശിച്ച് തന്നെ അല്ലായിരുന്നോ അതിന്റെ തുടക്കവും ആ ടോപ്പിക്ക് വന്നതെന്നാണ് എൻ്റെ ഒരു സംശയം. അതിനെ ഒന്ന് ന്യായീകരിക്കാൻ ആരാണ്ടെങ്ങാണ്ടൊക്കെ എഴുതിയായിരുന്നു. അത് തന്നെയല്ല, ഈ പൗരോഹിത്യം എന്നുള്ളത് ഇട്ടിസാർ എവിടെ എഴുതിയായിരുന്നോ പൗരോഹിത്യം എന്നുള്ള വേർഡ് പട്ടത്ത സമൂഹം സ്വീകരിക്കരുതെന്ന്? അപ്പൊ അത് ഒഴിവാക്കാൻ കൂടിയാണോ അച്ഛൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു രാജകീയ പുരോഹിത വർഗം എന്നെടുത്ത് അതിനെ അങ്ങ് കോമൺവൽക്കരിച്ചതെന്നൊരു സംശയം തോന്നി. അച്ഛൻ ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട വിൽസൺ സാറിന്റെ കമന്റുകൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ആദ്യം തന്നെ അത് സൂചിപ്പിച്ചു മുൻപോട്ട് പോയത്, ഇതൊരു വളരെ എക്സ്ക്ലൂസീവ് ആയി തീരരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഒന്ന് സകര്യാ പുരോഹിതന്റെ ഒരു ജീവിതത്തെ മുൻനിർത്തിയാണ് ചിന്തിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു തലക്കെട്ട് നൽകിയത്. നമ്മളുടെ ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ ഒരു രാജകീയ പുരോഹിത വർഗം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ബൈബിൾ സ്റ്റഡി നമ്മൾ മുൻപോട്ട് കൊണ്ടുപോയത്. എൻ്റെ ഒരു വിശ്വാസധാര അത് തന്നെയാണ്. അത് മുൻനിർത്തി പറഞ്ഞു പോകുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനാണ് ഞാനത് ആദ്യമേ തന്നെ അങ്ങനെ പറഞ്ഞ് വിഷയത്തിലേക്ക് പ്രവേശിച്ചത്. താങ്ക് യു വിൽസൺ സാർ. താങ്ക് യു അച്ഛന്. അച്ഛൻ ഇടയ്ക്ക് ഒരു നൃത്തത്തിനെ പറ്റി ഒരു സൂചനയൊക്കെ തന്നു. എന്നിട്ട് പറഞ്ഞു പട്ടക്കാരുടെ നൃത്തം ഇപ്പം വിവാദപരമാണെന്നൊക്കെ അതിനോട് ചേർന്ന് സംസാരിച്ചു. അപ്പൊ അച്ഛന്റെ അഭിപ്രായം ആ വിഷയത്തിൽ അറിയാൻ താല്പര്യമുണ്ട്. ഞാന് നൃത്തം ചെയ്യുന്ന പാതകങ്ങൾ എന്ന് പറയാൻ ശ്രമിച്ചത് സകര്യാ പുരോഹിതന്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് 1-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷകള്, ഒരു പ്രത്യാശ, അത് 67 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് എന്ന് പറഞ്ഞുള്ള വാക്യങ്ങളൊക്കെ ഒരു വലിയ പ്രതീക്ഷയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പാട്ടുകളെയും നൃത്തങ്ങളെയും ഒക്കെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ലോകനിഷേധത്തിന് എതിരായിട്ടുള്ള പ്രതിരോധം, ലോകനിഷേധത്തിന് എതിരായിട്ടുള്ള പ്രതിരോധം, ലോകത്തിലെ തിന്മകൾക്കെതിരായിട്ടുള്ള പ്രതിരോധം, ലോകത്തിൽ ഒരു മൂല്യവത്തായ ജീവിതക്രമം ഉണ്ടാകുവാൻ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളും നമ്മൾ അംഗീകരിക്കേണ്ടതാണ്, അതിനോട് ചേർന്ന് നിൽക്കേണ്ടതാണ്, അതിനോട് ഐക്യദാർഢ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് നൃത്തം അല്ലെങ്കിൽ സംഗീതം, കല എന്ന് പറയുന്നത് നമ്മൾക്ക് ആ തരത്തിൽ അതിനെ ഒരു മാധ്യമമായി സ്വീകരിക്കുകയും ഏറ്റവും ഫലപ്രദമായിട്ട് വിനിയോഗിക്കുകയും
ചെയ്യാൻ സാധിക്കുന്നതാണ്. വേദപുസ്തകം അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞ് ഒരു ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. എന്നാൽ നമ്മൾ അതിനെ ക്രൈസ്തവ വിശ്വാസ സമൂഹം എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുള്ളത് വളരെ ഗൗരവം അറിയിക്കുന്നതാണ്. ഇപ്പം വിൽസൺ സാർ തന്നെയാണെങ്കിലും മാരാവണിയിൽ തന്നെ എത്രയോ പാട്ടുകൾ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ എങ്ങനെയാണ് കല, സംഗീതം, നൃത്തം ഒക്കെ ഒരു പ്രതിരോധമായി തീരുന്നത്, ഒരു പ്രതീക്ഷയായി തീരുന്നത്, ഉണർത്തുപാട്ടായി തീരുന്നത് ഒന്നും നമ്മൾ പ്രത്യേകിച്ച് 2025 നമ്മൾ പറയേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ലച്ച, എന്നെ സംബന്ധിച്ച് അവിടെ നൃത്തം ചെയ്തതിലും ഒന്നും എനിക്ക് യാതൊരു വിയോജിപ്പില്ല. കാര്യം ഞാന് കലയും സാഹിത്യത്തെയും നല്ലതായിട്ട് എൻജോയ് ചെയ്യുകയും അത് ക്രൈസ്തവരും അതിനകത്ത് ഇൻവോൾവ് ആകണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു വ്യത്യസ്ത അഭിപ്രായമില്ല. പിന്നെ ആ കൂടെ സഭ നിശ്ചയിച്ച ഒരു വേഷവിധാനമുണ്ട്, അതിനകത്ത് ഇടക്കെട്ട് സഭയുടെ ഒരു ഭാഗമാണ്. അതൊഴിവാക്കി ഒരച്ഛൻ അതിനകത്ത് നൃത്തം ചെയ്തതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അത് യൂണിഫോം സഭ കൊടുത്തിരിക്കുന്നതിനെ നിഷേധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സാറ് കണ്ടതിൻ്റെ അകത്ത് ഒരാള് നമ്മുടെ ഒരു ഇവാഞ്ചലിസ്റ്റ് റോബിൻ ചാപ്ലിൻ ആണ് ഡാൻസ് ചെയ്യുന്നത്. പുള്ളി പട്ടത്ത് കശീഷ പട്ടം കിട്ടാത്ത ആളാണെങ്കിൽ കുഴപ്പമില്ല. ഇവാഞ്ചലിസ്റ്റ് നമ്മുടെ തിരുവനന്തപുരത്ത് ചാപ്ലിനാണ്. പക്ഷേ ഷമ്മാശപ്പട്ടത്തിന്റെ കുപ്പായമാണല്ലോ അത്. ഇല്ല അദ്ദേഹം കുർത്തയാ സാർ, നീളം ഉണ്ടെന്നേ ഉള്ളൂ, കുർത്തയാ. ഓക്കെ, എനിക്കൊരു ക്രിസ്തുവിലേക്ക് നീളുന്നുണ്ടെന്നോ ഇല്ലെന്നുള്ളതാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നു ആ വിഷയത്തിലേക്ക് പോകാതെ നമ്മൾ ആ വിഷയത്തിലേക്ക് പോകാതെ എന്റെ അഭിപ്രായം നമുക്ക് ഈ വേദപുസ്തക പഠനത്തിൽ കേന്ദ്രീകരിക്കുന്നതായിരിക്കും കുറെ കൂടെ നമുക്കൊന്ന് കുറച്ചും കൂടെ നമ്മുടെ മനസ്സ് വിശാലമാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമുക്ക് കേന്ദ്രീകരിച്ച് ചർച്ച ചെയ്യാം. എനിക്ക് ഒരു സംശയം ചോദിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പൊ എനിക്ക് ഒരു സംശയം ചോദിക്കാനുള്ളത്, ഞാനിപ്പോ ഒരു ഈ പാതകങ്ങളെ കുറിച്ച് വായിച്ച സമയത്ത് എബ്രഹാം ലിങ്കന്റെ ഒരു സംഭവം വായിച്ചു. അപ്പൊ നമ്മൾ നമ്മുടെ പാതകങ്ങൾ നമ്മൾ സൃഷ്ടിക്കേണ്ടതാണോ അതോ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിന് അനുസരിച്ച് രൂപപ്പെടുത്തേണ്ട പാതകങ്ങളാണോ, അതായത് കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾക്കനുസരിച്ച് രൂപപ്പെടുത്തേണ്ട പാതകങ്ങളാണോ നാം ധരിക്കേണ്ടത്? നമ്മൾ മറ്റുള്ളവരുടെ പാതകങ്ങൾ തുന്നുവാൻ ബാധ്യസ്ഥരാണോ? അതായത് ഞാനിപ്പോ ഇത് വായിച്ചത്, ഈ എബ്രഹാം ലിങ്കൻ ഒരിടത്തുനിന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് അയാളുടെ ഷൂ ഉയർത്തി കാണിച്ചു, പാതുക ഉയർത്തി കാട്ടി. എന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, താങ്കളുടെ പിതാവ് കുത്തിയ ചെരുപ്പാണിത്, അദ്ദേഹം ഇപ്പോഴും ഉണ്ടോ എന്ന് കളിയാക്കാൻ വേണ്ടി എബ്രഹാം ലിങ്കന്റെ നേരെ നോക്കി ചോദിച്ചതാണ്. ലിങ്കൻ നിശബ്ദനായി, മിഴികൾ സജലങ്ങളായി. നിലച്ചിരിക്കാത്ത അപമാനം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് ചിലരെങ്കിലും കണ്ടുകൊണ്ട് നിന്ന ആളുകൾ ചിന്തിച്ചു. ലിങ്കൻ അയാളെ ഉറ്റുനോക്കി ഇപ്രകാരം പറഞ്ഞു, എൻ്റെ അപ്പൻ പൂർണ്ണ അർപ്പണമുള്ള ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. അത്രയും പൂർണ്ണമായി ഒന്നിലും മുഴുകാനാകാത്ത ഒരു ശരാശരി മനുഷ്യനാണ് ഞാൻ. ഇടവേളയിൽ ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരാം. അപ്പൻ തുന്നിയ ചെരുപ്പൊന്ന് എന്നെ ഒന്ന് കാണിക്കണം. ചെറിയ കുഴപ്പങ്ങളാണെങ്കിൽ എനിക്കും പരിഹരിക്കാനാകും. ചിലതൊക്കെ അപ്പൻ എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ഞാനിത് അച്ഛന് ഈ പൗരോഹിതത്തിന്റെ പാതകങ്ങളിൽ നിന്ന് വായിച്ചപ്പോൾ, ഞാൻ ഒരു ധ്യാന പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് വളരെ അവിചാരിതമായിട്ട് കിട്ടിയ ഒരു കുറിപ്പാണിത്, ലിങ്കിനെ കുറിച്ചുള്ള കുറിപ്പാണ്. അപ്പൊ ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഞാൻ അതിനോട് ചോദിച്ചത്, നമ്മുടെ പാതകങ്ങൾ നമ്മൾ രൂപപ്പെടുത്തി എടുക്കേണ്ടതാണോ അതോ സമൂഹത്തിന്റെ വെല്ലുവിളികളും അല്ലെങ്കിൽ അവരുടെ നിറഭേദങ്ങളും അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ആ ഒരു അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് രൂപപ്പെടുത്തേണ്ട പാതകങ്ങൾ? ഇന്ന് പലരും അങ്ങനെയുള്ള പാതകങ്ങൾ ധരിക്കാൻ താല്പര്യപ്പെടുന്നു. അതിന്റെ ഗുണദോഷങ്ങളെല്ലാം ഇന്ന് അനുഭവിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ പാതകങ്ങൾ, കീറിപ്പോയ പാതകങ്ങൾ തുന്നിക്കൊടുക്കാൻ രാജകീയ പുരോഹിത വർഗം എന്നുള്ള നിലയിൽ നമുക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടോ എന്ന ചോദ്യമാണ് എനിക്ക് ഇതിന്റെ വിളിച്ചത് ചോദിക്കാനുള്ളത്. വ്യത്യസ്ത തരത്തിലുള്ള പാതകങ്ങൾ ഉണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള പാതകങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആ പാതകങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. സക്കറിയ പുരോഹിതൻ നമ്മളോട് പറയുന്നത് അദ്ദേഹത്തിന്റെ പാതകങ്ങളുടെ ഒരു വലിയ പ്രത്യേകത ഒരു പൊതുവഴി അതിന് സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. രണ്ട്, ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്നത് അത് സമൂഹം കൽപ്പിച്ചതോ
അല്ലെങ്കിൽ സമൂഹത്തിന് ഇഷ്ടപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു വാചകം ആയിരുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തെ കൂടി ചേർത്ത് ആ ചുവടുകൾ വെക്കുവാൻ സക്കറിയ പുരോഹിതന് സാധിച്ചു എന്നുള്ളതാണ് ആ വാചകങ്ങളുടെ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്, ഒരു ഓവർമാൻ കൺസെപ്റ്റ്, അതീതമായ ഒരു വാചകം, അത്തരം ഒരു വാചകങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ഒരു അതീത മനുഷ്യൻ എന്ന് പറയുന്നത് പോലെ ഒരു അതീതമായിട്ടുള്ള മാനവ സ്നേഹത്തിന്റെ, അതീതമായിട്ടുള്ള ഒരു ദൈവസ്നേഹത്തിന്റെ, അതീതമായിട്ടുള്ള ഒരു കാരുണ്യത്തിന്റെ, പങ്കിടലിന്റെ ഒക്കെ ഒരു വാചകങ്ങൾ സൃഷ്ടിക്കുവാൻ നമ്മൾക്ക് ദൈവത്തോട് ചേർന്ന് സാധിക്കണം എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. ഓക്കെ, താങ്ക് യു. ഒരു വാക്ക് ഷാജി ദുഃഖ സാർ. ഓക്കെ, തീർച്ചയായും. ഞാന് യാത്രയിലായിരുന്നു, അതിനിടയില സംസാരിക്കുന്നത്. അച്ഛന്റെ പ്രസംഗം ഇതിനിടെ കേൾക്കുകയായിരുന്നു. നമ്മുടെ ഈ സബ്ജക്റ്റ് നമ്മൾ വെച്ചപ്പോ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, ഈ ശ്രീ വിൽസൺ മുന്നോട്ട് വെച്ച ആ ഒരു സംശയം എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അങ്ങനെ ആകാം എന്ന് ഞാൻ കരുതിയിരുന്നു. ഞാൻ ആ വഴിക്ക് ചിന്തിക്കുന്നതിന് ഒരു കാരണം, ഞാൻ അച്ഛനോട് പൊതുവെ ഞാൻ ചോദിക്കുക, ഞാൻ അങ്ങനെ ഒരു നമ്മുടെ പട്ടക്കാരെ കുറിച്ചോ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. എന്നാൽ ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ള ഒരു ചിന്ത, അത് ശരിയോ തെറ്റോ എന്നൊക്കെ നമ്മൾ അനുദിനം വിലയിരുത്തപ്പെടേണ്ടതാണ്. എന്നാൽ പോലും നമ്മൾ ഈ ഇന്നത്തെ നമ്മളുടെ മുന്നോട്ട് വരുന്നതായ ഈ പൗരോഹിത്യ സമൂഹം, ഇൻക്ലൂഡിങ് മൈസെൽഫ്, ഇപ്പൊ അച്ഛൻ പറഞ്ഞതായ രാജകീയ പുരോഹിത വർഗം എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ പോലും നമ്മളൊക്കെ ഒരു ഹൈ ഹീൽഡ് ഷൂസ് ആണ് ധരിക്കുന്നതെന്നാ എൻ്റെ ഒരു ചിന്ത. കംഫർട്ട് സോൺ ഭയങ്കരമായി നമ്മളൊക്കെ എൻജോയ് ചെയ്യുന്നു എന്ന് തന്നെയാ എൻ്റെ ഒരു മനസ്സിലാക്കൽ. ഞാൻ സ്വയം അത് വിമർശിക്കുമ്പോൾ പോലും ഞാൻ അങ്ങനെ പറയും. ഇവിടെ നമ്മുടെ പ്രീസ്റ്റ്ഹുഡിന് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പട്ടക്കാർക്ക് ഒരു മാതൃകാപരമായി പെരുമാറുവാനായിട്ടുള്ള ഒരു ചുമതല ഉണ്ട്. തന്നെ എൻ്റെ മനസ്സിൽ ഈ പ്രസംഗം, അച്ഛൻ ഇപ്പോൾ എടുത്തതായ ഈ ഒരു ബൈബിൾ സ്റ്റഡി എന്നുള്ളത് ഒന്നുകൂടെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട്സിലേക്ക് കടന്നു വരേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അത് ശ്രീ വിൽസൺ അത് സൂചിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു, അതിന്റെ ചില തലങ്ങളിലേക്ക് കടക്കുവാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ വ്യക്തിപരമായോ ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഒരു കാര്യത്തിലോ എന്നുള്ള തലത്തിലല്ല, മറിച്ച് നമ്മളുടെ പൗരോഹിത്യ സമൂഹം പുലർത്തേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, അത് നമ്മളുടെ സമൂഹത്തിന് ഒന്നടങ്കം മാതൃകയാകത്തക്ക രീതിയിൽ വരേണ്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു പൊതുവായ ഒരു വിമർശനാത്മകമായ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇത് പറയുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിലൂടെ എനിക്കത് പറയാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന്, ഇന്ന് നമ്മൾ വിവാഹം നടക്കുന്നു. ഞാൻ കാണുന്ന ഒരുപാട് പട്ടക്കാരുടെ വിവാഹങ്ങൾ സമൂഹത്തിന്, എനിക്ക് അത് മാതൃകാപരമാണെന്ന് ഒരു വിധത്തിലും പറയുവാനായിട്ട് കഴിയില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ പല പല കാര്യങ്ങൾ, അതിലൊന്നാണ് ഇപ്പോൾ ഈ ഡാൻസിന്റെ കാര്യമൊക്കെ സൂചിപ്പിച്ചത്. അപ്പൊ ഇത്തരത്തിൽ ഉള്ള ഒരു തലത്തിലേക്ക് ഈ ബൈബിൾ സ്റ്റഡിയെ നമുക്ക് ഒന്നുകൂടെ പ്രാക്ടിക്കലാക്കി കൊണ്ടുവരേണ്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അച്ഛൻ സംസാരിച്ചതായ എല്ലാ കാര്യങ്ങളോടും ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. അച്ഛൻ അത് ഒരു ഹയർ ലെവലിൽ നിന്നുകൊണ്ട് വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. പരിമിതികളുണ്ട് ലിജോ അച്ഛനെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഏത് പട്ടക്കാരനെയും നമ്മളുടെ ബൈബിൾ സ്റ്റഡി ഒന്നുകൂടെ ഒരു ലെവലും കൂടെ പ്രാക്ടിക്കാലിറ്റി നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് നമ്മളുടെ ബൈബിൾ സ്റ്റഡിക്ക് ഒന്നുകൂടെ ഒരു പോസിറ്റീവ് എനർജി നൽകും എന്ന് തന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ട് ആ ഒരു ചോദ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. അച്ഛന്റെ അഭിപ്രായം അച്ഛന് പറയാം. സാറ് പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. അത് എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് നമുക്ക്
ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് എല്ലാ പ്രഭാഷണങ്ങളുടെയും എല്ലാ മീറ്റിങ്ങുകളുടെയും അവസാന ഭാഗത്ത് നാം കൂട്ടായി നമ്മുടെ ചർച്ചകളിലൂടെയും നമ്മുടെ സംഭാഷണങ്ങളിലൂടെയും ഒക്കെ സംഭവിക്കേണ്ടതാണ്. എന്നാൽ ഞാൻ കൂടുതലായിട്ട് ഈ ഒരു പ്രാക്ടിക്കൽ സൈഡിനെ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഒരു പുസ്തകം തന്നെ 2 പേര് വായിക്കുമ്പോൾ ആ പുസ്തകം 2 ആകുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു പുസ്തകം തന്നെ ഞാനും സാറും വായിച്ചാൽ ആ പുസ്തകം 2 തരത്തിലാണ് നമ്മളോട് സംസാരിക്കുന്നതും നമുക്ക് മനസ്സിലാവുന്നത്. ആ പുസ്തകം തന്നെ 2 തീരുന്നു എന്ന് സാധാരണ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഓരോ പ്രഭാഷണവും അല്ലെങ്കിൽ ഓരോ സ്റ്റഡി ക്ലാസ്സുകളും നമ്മൾ കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അത് എന്ത് തരത്തിലുള്ള സ്വാധീനമാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഞാനൊരു പ്രഭാഷണം കേൾക്കുമ്പോൾ, ഒരു പുസ്തകം വായിക്കുമ്പോൾ, ഒരു ആശയം ഉൾക്കൊള്ളുമ്പോൾ എൻ്റെ പ്രാക്ടിക്കൽ വഴികളിൽ എങ്ങനെ അത് രൂപപ്പെടുത്താം എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് അത് നമ്മുടെ ഒരു പ്രായോഗികതയ്ക്കും നമ്മുടെ ഒരു ജീവിത നിലപാടുകൾക്കും നമ്മുടെ ഒരു ജീവിത പരിസരത്തിനും അനുസൃതമായിട്ട് നമ്മൾ നിർവഹിക്കണമെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അത് നമ്മുടെ ബൈബിൾ സ്റ്റഡികളും നമ്മുടെ പ്രഭാഷണങ്ങളും എല്ലാം നമ്മളിൽ ഉളവാക്കേണ്ട ഒരു മാറ്റം അങ്ങനെയാണ്. നമ്മുടെ ജീവിത പരിസരങ്ങളെ കുറിച്ച് കൃത്യമായി നമുക്ക് ധാരണയുള്ളതുകൊണ്ട് ആ പ്രഭാഷണത്തിന്റെ ഒരു ഇമ്പാക്റ്റ് നമ്മളിലൂടെ നമ്മുടെ ജീവിത പരിസരത്തിലേക്ക് ഉണ്ടാകണം. അപ്പോൾ ആ ഒരു പ്രാക്ടിക്കാലിറ്റി എന്താണെന്ന് നമ്മുടെ പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ പറയുന്നതിലും നല്ലത് നമ്മുടെ ജീവിത പരിസരങ്ങളിലേക്ക് അത് നമുക്ക് എങ്ങനെ പ്രസരിപ്പിക്കാൻ സാധിക്കും, അത് ഞാനും സാറും ഏത് തരത്തിൽ അതിനെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനം. സാറ് കൺസീവ് ചെയ്ത രീതിയിൽ അത് സാറിന് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുമ്പോൾ പ്രഭാഷണം അതിന് അർത്ഥമുള്ളതായി തീരുന്നു, അതിന് കൂടുതൽ ജീവനുള്ളതായി തീരുന്നു. ഞാൻ അതിനെ കൺസീവ് ചെയ്ത് എൻ്റെ ജീവിത പരിസരങ്ങളിലേക്ക് അത് പ്രയോഗിക്കുമ്പോൾ ഞാൻ കേട്ട വാക്കുകൾക്ക് ജീവൻ വയ്ക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോർജ് യോഹന്നാൻ സാറ് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രാജുവൻ ജി അച്ഛൻ ആശീർവാദം പറഞ്ഞ് നമ്മുടെ ഈ സെഷൻ അവസാനിപ്പിക്കാം. വിശ്വസ്തനായ ദൈവമേ, ഞങ്ങളുടെ പ്രിയ കർത്താവേ, സഖറിയ പുരോഹിതനെ കുറിച്ചുള്ള നല്ല പഠനം ഞങ്ങൾക്ക് നടത്തുവാൻ പ്രിയ അച്ഛനെ സഹായിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രചോദനമായി തീരുവാൻ ആ വലിയ പുരോഹിതനായ വലിയ അപ്പച്ചൻ്റെയും ആ വലിയ അമ്മച്ചിയുടെയും നല്ല മാതൃകകൾ ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സ്വാധീനിക്കുവാൻ ഓരോ പ്രാവശ്യവും ഈ സുവിശേഷം വായിക്കുമ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള വലിയ ഇൻസ്പിറേഷന് വേണ്ടി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ എങ്ങനെ ജീവിക്കണം, ഇതിൽ നിന്ന് ഞാൻ കേൾക്കുന്നതായിട്ടുള്ള എല്ലാവരും എന്ത് പ്രചോദനം ലഭിച്ചവരായി തീരുന്നു എന്നുള്ളത് വളരെ വലിയൊരു വെല്ലുവിളിയായി ഞങ്ങൾ സ്വീകരിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ക്രമീകരിക്കുവാൻ, ക്രമപ്പെടുത്തുവാൻ, ഞങ്ങൾ വളരുവാൻ, ഞങ്ങൾ ഏത് രീതിയിലായി തീരണമോ അതുപോലെ ആയി തീരുവാൻ, അങ്ങനെ സഖറിയ പ്രവാചകനിൽ കൂടെ വലിയ ശക്തനായിട്ടുള്ള യോഹന്നാൻ വന്നതുപോലെ ഞങ്ങൾക്കും ഇന്നത്തെ സമൂഹത്തിൽ ആ വലിയ ശബ്ദം പുറപ്പെടുവിക്കുവാൻ, യോഹന്നാനെ പോലെ ഒരു ചെറിയ യോഹന്നാനായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തീരുവാൻ, വെല്ലുവിളികളെ നേരിടുവാൻ, മരണത്തെ പോലും ഭയപ്പെടാതെ ജീവിക്കുവാൻ ഒക്കെ സാധിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ആ പാത പിന്തുടരുവാൻ കർത്താവെ, ആ പാദുകങ്ങൾ ഞങ്ങൾ അണിയുവാൻ ബലഹീനരായി ഞങ്ങൾക്കെല്ലാം സഹായിക്കണമേ. ഞങ്ങൾക്ക് നല്ല ദൂത് തന്ന പ്രിയ അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അച്ഛനെ കൂടുതൽ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സുനിലച്ഛന് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഏവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലടി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ കൂടെയും നാം കേട്ട ചിന്തകളോട് കൂടിയും ഇന്ന് വരുന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.